എല്ലാവർക്കും നമസ്കാരം. ലോക സാഹിത്യ കൃതികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ ഒരു ആദ്യത്തെ 10 എണ്ണത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിർബന്ധമായും ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള സാഹിത്യ ആസ്വാദന കുതികളെല്ലാം നിർബന്ധമായും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുറപ്പാക്കുന്ന ഒരു കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം. കഥകളിക്ക് വേണ്ടിയുള്ള ആട്ടക്കഥ എന്ന നിലയ്ക്ക് മാത്രമല്ല, സാഹിത്യ മൂല്യം കൊണ്ടും ഒട്ടേറെ വിശേഷങ്ങളെ കൊണ്ടും ആ കൃതി അത്യധികം ഉദാത്തമായൊരു സ്ഥാനം വഹിക്കുന്നു. അതിലെ നളചരിതം 2-ാം ദിവസത്തിലെ ആദ്യത്തെ ശ്ലോകം, സംസ്കൃത ശ്ലോകം, അതൊന്ന് ചൊല്ലി എങ്ങനെയാണത് അർത്ഥം എന്നുള്ളതൊന്ന് പരീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതിനുള്ളൊരു ഉദ്യമമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. സുരേന്ദ്രൈ സംപ്രീതൈരിഹ സദസി ദത്താനഥ വരാൻ അവാപ്തോ ദുഷ്പ്രാപാം നിഷധ നൃപതി താം ദുഷ്പ്രാപാം നിഷധ നൃപതിസ്താം പ്രിയതമാം മുദാ പാണൗ കൃത്യ ശ്വശുരനഗരാദാത്മനഗരം ഗതോ രേമേ ഭൈമീം രഹസി രമയൻ ചാടുവചനൈ. ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ പദം പറയുമ്പോൾ സുരേന്ദ്രൈ സംപ്രീതൈ ഇഹ സദസി ദത്താൻ അഥ വരാൻ അവാപ്ത ദുഷ്പ്രാപാം നിഷധനപതി താം പ്രിയതമാം മുദാ പാണൗ കൃത്യ ശ്വശുരനഗരാത് ആത്മനഗരം ഗത സ രേമേ ഭൈമീം രഹസി രമയൻ ചാടുവചനേ. ഇങ്ങനെ അതിനെ പദച്ഛേദം ചെയ്യാം. അപ്പോൾ അതിലെ പ്രധാന വാക്യം എന്താണ്? രേമേ, രമിച്ചു. രേമേ എന്നുള്ള ക്രിയയാണ്. ഒരു വാചകം എന്ന് പറയുമ്പോൾ കർത്താവ് കർമ്മം ക്രിയ എന്നുള്ള അർത്ഥത്തിൽ രേമേ, രമിച്ചു. രേമേ എന്നുള്ള ക്രിയ ലിട്ടാത്മനിപതി പ്രഥമ പുരുഷൻ ഏകവചനം. രേമേ, രമിച്ചു. ആര് രമിച്ചു? നിഷധനപതി. ഇനി അതെങ്ങനെയൊക്കെയാണ്? എങ്ങനെ രമിച്ചു? രമയനായിക്കൊണ്ട് രമിച്ചു. രമയനായി എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനായി രമിച്ചു. ആരെ? ഭൈമിയെ. ഇനി ഇതെന്തൊക്കെ ചെയ്തിട്ട് എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ അന്വയം പറയുമ്പോൾ അഥ അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ ചൂട് പറഞ്ഞതിന് ശേഷം, ഇതിനു മുമ്പത്തെ കഥകൾക്കെല്ലാം ശേഷം. സംപ്രീതൈഹി സുരേന്ദ്രൈഹി ഇഹ സദസി ദത്താൻ വരാൻ അവാപ്തഃ നിഷധനപതി ദുഷ്പ്രാപാം താം പ്രിയതമാം മുദാ പാണൗ കൃത്യ ശ്വശുരനഗരാത് ആത്മനഗരം ഗതഃ സൻ ഭൈമീം രഹസി ചാടുവചനൈഹി രമയൻ രേമേ. സംപ്രീതന്മാരായ സുരേന്ദ്രന്മാരാൽ ഇവിടെ ഈ സദസ്സിൽ വെച്ച് നൽകപ്പെട്ടതായ വരങ്ങളെ സമ്പാദിച്ചവനായ അവാപ്തനായ ലഭിച്ചവനായ നിഷധനൃപതി ദുഷ്പ്രാപിയായിരിക്കുന്ന ആ ദമയന്തിയെ മുദാ പാണോ കൃത്യ സന്തോഷത്തോടുകൂടി പാണിഗ്രഹണം ചെയ്തിട്ട് ശ്വശുരനഗരത്തിൽ നിന്ന് ആത്മനഗരം ഗത തൻ്റെ തന്നെ നഗരത്തിലേക്ക് ഗതനായി വന്നവനായി ഭൈമീം ആ ഭൈമിയോട് അല്ലെങ്കിൽ ഭൈമിയെ രഹസ്യങ്ങൾ ചാടുവചനങ്ങളെ കൊണ്ട് നർമ്മസല്ലാപങ്ങളെ കൊണ്ട് രമയനായിക്കൊണ്ട് രമിപ്പിക്കുന്നവനായിക്കൊണ്ട് രമിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. നളൻ രമിച്ചു എന്ന് മാത്രമല്ല, രമയനായിക്കൊണ്ട് രമിച്ചു. സ്വയം
രമിക്കുന്നവനാണ്, രമിപ്പിക്കുന്നവനുമാണ്. ഉണ്ണായിവാരുടെ ഒരു കൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും ഒന്നും ഒരു അക്ഷരം പോലും നമുക്കതൊന്ന് മാറ്റിക്കളയാൻ ഇല്ല. അത് മാറ്റിക്കളഞ്ഞാൽ അതല്ല നളയരുതമല്ലാതെയും മാറും. അത്രയും അർത്ഥസമ്പുഷ്ടമാകുന്ന സാഹിത്യകൃതിയുടെ ഒരു ഉത്തമ മകുടോദാഹരണമായിട്ടുള്ള കൃതിയാണ് നളയരുതം. അതിൽ രമേൻ എന്ന വാക്ക് പിന്നീടും ഇപ്പോൾ നളയരുതം 4-ാം ദിവസത്തിലേക്കൊക്കെ എത്തുമ്പോൾ കാമകോടി സുഷമം സുപ്രസന്നവദനം രമണം കാൺമനെന്നു കാമകോടി സുഷമം എന്നൊക്കെ പറയും. അതായത് 1000 കോടി കാമന്മാരുടെ സുഷമ ശോഭ എത്രമാത്രമാണോ അത് മുഴുവൻ ഒരാളിൽ ആവഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നളൻ. അതെന്ന് മാത്രമല്ല സുപ്രസന്നവദനാണ്, രമണനാണ്. ഉണ്ണായിവാരുടെ ഓരോ വാക്കും അത്രമാത്രം അർത്ഥത്തെയും സൗന്ദര്യ ചമൽക്കാരത്തെയും ആവഹിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ അപ്പോൾ രമയൻ എന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരത്ര 4-ാം ദിവസത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്ന് നമ്മൾ ധരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയുമ്പോൾ ദുഷ്പ്രാപാം താം പ്രിയതമാം എന്നാണ് പദം പറയുമ്പോൾ പറഞ്ഞത്. ഇവിടെ ദുഷ്പ്രാപയായിരിക്കുന്ന ആ ദമയന്തിയെ, ആ പ്രിയതമയെ എന്നുള്ള അർത്ഥത്തിൽ ദുഷ്പ്രാപാം എന്ന വാക്ക് പ്രിയതമയുടെ വിശേഷണമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. കാന്താര താരകത്തിൽ AR ദുഷ്പ്രാപാൻ വരങ്ങളുടെ വിശേഷണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ചമൽക്കാരം ദുഷ്പ്രാപാം പ്രിയതമാം പ്രിയതമയുടെ വിശേഷണമായിട്ട് ചേർക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ് കുറച്ചുകൂടി സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ എസ്തെറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ സാഹിത്യകൃതിക്ക് മേന്മ, ഒരു ഉദാത്ത സങ്കല്പം നൽകുന്നത് എന്നാണ് ശാസ്ത്രീയ പോലുള്ള പണ്ഡിതന്മാരുടെ മതം. മറ്റത് തെറ്റാണ് എന്നല്ല, ഇതിനാണ് കൂടുതൽ ചമൽക്കാരം കിട്ടുക എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ചാടുവചനൈഹി രേമേ എന്നാണ്. ചാടുവചനങ്ങളെ കൊണ്ട്, നർമ്മസല്ലാപങ്ങളെ കൊണ്ട്, അതിൽ നിന്ന് തന്നെ നായകൻ നായികയെ വശകയാക്കുന്ന, നായകാനുകൂലയാക്കി മാറ്റുന്ന, അതായത് നായിക നവോഢയാണ്. അപ്പോൾ ആ നവോഢയാകുമ്പോൾ പെട്ടെന്ന് നായകാനുകൂലയായി വരില്ല. അപ്പോൾ നായകാനുകൂലയായി വരുത്താൻ മെല്ലെ മെല്ലെ നർമ്മസല്ലാപങ്ങളെ കൊണ്ട്, നല്ല നല്ല വാക്കുകളെ കൊണ്ട്, ഉദാത്ത ചിന്തകളെ കൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുകൂടി അവിടെ ധ്വനിപ്പിക്കുന്നു. ശ്ലോകത്തിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശിഖരിണിയാണ്. ശിഖരിണി വൃത്തം എന്ന് പറയുന്നത് പ്രതിഭാധനന്മാരായ കവികൾക്ക് അത്തരം വൃത്തങ്ങളെടുത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരി ശിഖരിണി വൃത്തമാണ്. മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിലെ 3-ാം ദശകം ശിഖരിണി വൃത്തമാണ്. അത് പ്രതിഭാധനന്മാർക്ക് അങ്ങനെ ആ രീതിയിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന രാഗം, ഈ ശ്ലോകത്തിൻ്റെ കഥകളിയിൽ വരുന്ന രാഗം എന്ന് പറയുന്നത് തോടിയാണ്. തോടി എന്ന് പറയുന്നത് രാഗങ്ങളുടെ രാജാവ് എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ രസത്തിൻ്റെ രാജനായ ശൃംഗാരത്തെ ദ്യോതിപ്പിക്കാൻ രാഗങ്ങളുടെ രാജാവായ തോടിയെ ഉപയോഗിക്കുന്നു. ഈ തോടി തന്നെ ഉണ്ണായിവാര് പല രീതിയിൽ തൻ്റെ വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. 1-ാം ദിവസത്തിലെ അയോഗ വിപ്രലംഭത്തിൽ, അതായത് പ്രിയമാനസ എന്നുള്ള പദത്തിൻ്റെ അവിടെ, അത് അയോഗ വിപ്രലംഭം, ദമയന്തിയെ കിട്ടുന്നതിന് മുമ്പുള്ള ദമയന്തിയെക്കുറിച്ചുള്ള ചിന്തയിലുള്ള അയോഗ വിപ്രലംഭം. 2-ാം ദിവസത്തിലെത്തുമ്പോൾ സംഭോഗശൃംഗാരത്തിൻ്റെ തോടി. ഇത് കഴിഞ്ഞ് 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകപാലന്മാരെ എന്നുള്ളിടത്ത് വിയോഗ വിപ്രലംഭത്തിൻ്റെ ആദ്യഘട്ടം. അത് കഴിഞ്ഞ് വിജനേപത എന്നുള്ള സ്ഥലത്തെത്തുമ്പോൾ വിയോഗ വിപ്രലംഭത്തിൻ്റെ അടുത്ത ഉത്തരഘട്ടം, പിന്നത്തെ ഘട്ടം. അതും കഴിഞ്ഞ് 4-ാം ദിവസത്തിലെത്തുമ്പോൾ എങ്ങാനുമുണ്ടോ എന്നുള്ള ആ പദവും അതിനോടനുബന്ധിച്ചുള്ള ശ്ലോകത്തിലെത്തുമ്പോൾ ആ പുനഃസമാഗമത്തിൻ്റെ നായികാനായകന്മാരുടെ പുനഃസമാഗമത്തിൻ്റെ വിയോഗ വിപ്രലംഭം എല്ലാം കഴിഞ്ഞ് വീണ്ടും
ഒന്നിച്ചു ചേരുമ്പോഴുള്ള അതിമനോഹരമായ സമാഗമത്തിൻ്റെ ഘട്ടം. അവിടെയും തോടി. ഇങ്ങനെ 4 സ്ഥലത്തും തോടിയെ എടുത്ത് അദ്ദേഹം വളരെ രസകരമായി ഇതിൽ സമ്മേളിപ്പിച്ചിരിക്കുന്നു, സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ ഈ സംഭോഗ ശൃംഗാരം എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ശ്ലോകവും തുടർന്ന് വരുന്ന പദവും കുവലയവിലോചന എന്നുള്ള പദവും അതിമനോഹരമായ ഉദാത്ത ചിന്തയുടെ മകുടോദാഹരണങ്ങളാണ്. ഒരു തരത്തിലുമുള്ള അരോചകത സൃഷ്ടിക്കാതെ, ഒരു തരത്തിലുമുള്ള അരോചകത ആർക്കും തോന്നാത്ത രീതിയിൽ വളരെ ഉദാത്തമായ രീതിയിലാണ് ഉണ്ണായി വാര്യരുടെ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ണായി വാര്യരെ പോലുള്ള ഒരു കൃതി എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ചില സ്ഥലത്ത് ഇവിടെ പറഞ്ഞ കാര്യത്തിന് ഉത്തരം ചിലപ്പോൾ ഉത്തരത്ര കിട്ടും, ചിലത് പൂർവത്ര പറഞ്ഞു വെച്ചിട്ടുള്ളതാകാം. അതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഭൈമി എന്ന പദം കൊണ്ട് തന്നെ ഭീമപുത്രി, അപ്പോൾ നല്ല അച്ഛൻ്റെ നല്ല എന്താ പറയുക കുലമഹിമയെ ദ്യോതിപ്പിക്കുന്ന വാക്ക് കിട്ടി. നവോഢയാണ് എന്നുള്ളതുകൊണ്ട് ലജ്ജയോടുകൂടിയ എന്താ പറയുക ഉദാത്ത നായികയാണ് എന്ന് കിട്ടി. ഇങ്ങനെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ നായികയുടെയും നായകൻ്റെയും ആ രൂപ പ്രവൃത്തി സമഞ്ജസമായിരിക്കുന്ന എല്ലാറ്റിനെയും ദ്യോതിപ്പിക്കാൻ കഴിയുന്നു. ഉണ്ണായി വാര്യർ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദുഷ്പ്രാപാം താം പ്രിയതമാം എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ വരങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പോൾ ദുഷ്പ്രാപാൻ വരാൻ എന്നാണ് പറഞ്ഞു വെച്ചാൽ ദുഷ്പ്രാപങ്ങളായിരിക്കുന്ന വരങ്ങൾ എന്ന് പറയുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന വരങ്ങൾ എന്ന് പറയേണ്ടി വരും. വരങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിനേക്കാൾ ചമൽക്കാരം ദുഷ്പ്രാപാം താം പ്രിയതമാം എന്നുള്ളടത്ത് കിട്ടും. കാരണം ദമയന്തിയെ ഇന്ദ്രാദികൾക്ക് പോലും പ്രാപ്തിയായില്ല. അവർ തമ്മിലുള്ള ദൃഢാനുരാഗത്തെ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതല്ലെങ്കിൽ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം എന്ന വിപരീതം എന്നൊക്കെ പിന്നീടും പറയുന്നത്. ആ ദൃഢാനുരാഗത്തെ ഈശ്വരൻ അനുഗ്രഹിച്ചതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടുകൂടിയാണ് ദുഷ്പ്രാപയായിരിക്കുന്ന അവളെ പാണവ കൃത്യ എന്ന് അങ്ങനെ ഇരിക്കുന്ന അവളെ സന്തോഷത്തോട് വിവാഹം കഴിച്ചിട്ട് എന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ദുഷ്പ്രാപാം താം പ്രിയതമാം, പ്രിയതമയുടെ വിശേഷണമായിട്ട് ദുഷ്പ്രാപ എന്ന വാക്കിനെ സൂചിപ്പിച്ചത്. എന്ന് മാത്രവുമല്ല, ഇവിടെ ശ്രീഹർഷൻ്റെ നൈഷധത്തിലേക്ക് കടക്കുമ്പോൾ വിലോക്യതാവാപ്ത ദുരാപകാമൗ പരസ്പര പ്രേമ രസാഭിരാമൗ എന്നൊക്കെ തമ്മിൽ പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ദൃഢാനുരാഗത്തെ സൂചിപ്പിക്കാൻ നൈഷധകാരൻ ശ്രീഹർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഇവിടെ ഇദ്ദേഹം ഉണ്ണായി വാര്യർ ഇവിടെ ഈ രീതിയിൽ തന്നെ ഇതിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി പ്രത്യേകം സ്മർത്തവ്യമാണ്. സാഹിത്യ കുതുകികൾക്കും ഈ നളചരിതം പോലുള്ള കൃതികൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്പമെങ്കിലും ഉപകാരപ്പെടും അല്ലെങ്കിൽ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് മാത്രവുമല്ല, ലോകത്ത് കലിശമനത്തിന്, കലിബാധ തീരാൻ, കലിയുടെ ദോഷം തീരാൻ ചിന്ത പോലെ മറ്റൊന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും നളനെക്കുറിച്ച് വിചാരിച്ചാൽ കലിദോഷം തീരും എന്നുള്ളത് ചിരന്തനന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് കൂടിയാണെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ സദസ്സിൽ വെച്ചിട്ട് സന്തുഷ്ടരായ ദേവേന്ദ്രാദികളാൽ നൽകപ്പെട്ട വരങ്ങളെ നേടിയിട്ട് നിഷധനപതി നളൻ സന്തോഷത്തോടുകൂടി ദമയന്തിയെ വിവാഹം ചെയ്തിട്ട് ഈ ശ്വശുരൻ്റെ നഗരത്തിൽ നിന്ന് തൻ്റെ നഗരത്തിലേക്ക്, ശ്വശുരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ അച്ഛൻ ശ്വശുരൻ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ അച്ഛൻ ശ്വശുരൻ. അപ്പോൾ ആ ശ്വശുരൻ്റെ നഗരത്തിൽ നിന്ന് തൻ്റെ നഗരത്തിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് പിന്നെ ആ സല്ലാപം എന്നർത്ഥം. അപ്പോൾ അതുകൂടി തൻ്റെ നഗരത്തിൽ നിന്ന്, കുണ്ഡനഗരത്തിൽ നിന്ന് നിഷധൻ നിവൃത്തിയുടെ നള മഹാരാജാവിൻ്റെ സ്ഥലത്ത് എത്തി എന്നുകൂടി ഇവിടെ
ദ്യോതിപ്പിക്കുന്നു. ഈ രമയൻ രേമേ, രമിപ്പിച്ചുകൊണ്ട് രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നളൻ്റെ സ്നേഹോത്കർഷം വ്യഞ്ചിക്കുന്നു. അതായത് നായികയുടെ, പ്രിയതമയുടെ സൗഖ്യസമ്പാദനമാണ് നായകൻ്റെ പ്രധാന കർത്തവ്യം. സ്നേഹസ്ഥൽ പ്രവണക്രിയ എന്നൊക്കെ അതിൻ്റെ പ്രമാണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ അർത്ഥത്തിൽ, ഈ ഒരു തരത്തിൽ നളചരിതത്തെ നമുക്ക് കാണാനും ആസ്വദിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. എല്ലാ ഭാഗവും നമുക്ക് മുഴുവൻ ഇതുപോലെ പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇത് കേട്ടിട്ട് തുടർ വായനയ്ക്കും അല്ലെങ്കിൽ ആസ്വദിക്കാനും എല്ലാവർക്കും വായിക്കാനും തോന്നട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.